ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് കുറേ ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പം ഓൾറെഡി ഇത് ചിലപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവാം, കുറേ പേര് വായിച്ചുള്ള അറിവുണ്ടാവാം. അപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചാണ് ഇന്ന് ഈ ടോപ്പിക്ക് ഞാൻ എടുത്തത് തന്നെ. സോ ടോപ്പിക്കിലേക്ക് പോവാം. മൈൻഡ് യുവർ മൈൻഡ്, ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, വാട്ട് ഈസ് മൈൻഡ്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം എല്ലാവരുടെയും മനസ്സിൽ എന്തായിരിക്കും വരിക? മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും ഉണ്ടല്ലോ, അതുപോലെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ മൈൻഡിനൊരു നല്ലൊരു ഭയങ്കരമായിട്ടുള്ളൊരു പവറുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും മൈൻഡിനെ നമ്മൾ പറയും, നിൻ്റെ മനസ്സ് പറയുന്നത് നീ ചെയ്യേ, ഓക്കെ, നിനക്ക് എന്താണോ നിൻ്റെ മനസ്സ് പറയുന്നത് അത് നീ ചെയ്യേ. എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടാവുക? അല്ലെങ്കിൽ കുഞ്ഞിലേ മനസ്സിൽ പതിഞ്ഞ പല കാര്യങ്ങളും നമുക്ക് മേ ബി ട്രോമയായിട്ടോ അല്ലെങ്കിൽ പിന്നീട് ഒരു കോൺഫിഡൻസ് ആയിട്ടോ ഏതൊക്കെ രീതിയിൽ ഈ മൈൻഡിൽ എന്നുള്ള രീതിക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും എന്താണ് ഈ മൈൻഡിനുള്ളിൽ, അല്ലെ എന്തൊക്കെയാണ് ഈ മൈൻഡിൽ നിന്ന് മനസ്സിരുത്തി പഠിക്ക്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ആക്ച്വലി? ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മൈൻഡിന് അസാധ്യമായിട്ടുള്ള പവറുണ്ട്. ഇനി ഈ പവർ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വിചാരിക്കും നമുക്കൊരു ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് ഉണ്ടാവുള്ളൂ. ഒരു ഹെൽത്തി ബോഡി ഉണ്ടെന്ന് വെച്ച് ഒരു ഹെൽത്തി മൈൻഡ് ഉണ്ടാവണമെന്നില്ല. ഒരു ഹെൽത്തി മൈൻഡ് ഉണ്ടെന്ന് വെച്ചിട്ട് നേരെ തിരിച്ചു. പക്ഷെ ഒരു ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഹാപ്പി ആൻഡ് ഹെൽത്തി സ്മൂത്തായിട്ട് പോവും. ഇനി ഈ മൈൻഡ് എന്ന് പറയുമ്പം ഇപ്പം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറും പേനയും റഫ് പേപ്പറിൻ്റെ ബാക്കിലാണെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് പോവുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ മൈൻഡ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാം. കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്ന കോൺഷ്യസ് മൈൻഡിലാണ്. അല്ലെ നമ്മളൊരു ഒരു പബ്ലിക്കിനെ റെപ്രസെൻ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന കോൺഷ്യസ് മൈൻഡിലായിരിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഒരു ഇതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒരാൾ സ്റ്റേജിൽ കയറി പാട്ട് പാടാൻ പോവാണ്. ഓൾറെഡി ആൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പാട്ട് പാടാൻ സ്റ്റേജിൽ കയറി നിന്ന് മറ്റേ സ്വരങ്ങളും കാര്യങ്ങളും, എനിക്ക് പാട്ടിനെക്കുറിച്ച് വലിയ ധാരണയില്ല കേട്ടോ, സ്വരങ്ങളും സാധനങ്ങളും ഒക്കെ ഇട്ട് അസാധ്യമായിട്ട് പാടുകയാണ്. ആൾ തിരിച്ചിറങ്ങി വന്നിട്ട് പറയുകയാണ്, എൻ്റെ പൊന്നെ എനിക്കറിയത്തില്ല, ഞാനാണോ ചെയ്ത്, എൻ്റെ പൊന്നെ എന്നെ വിറക്കി എപ്പോഴും, ഈ ഒരു രീതിയിൽ പറയുകയാണ്. അപ്പോൾ അയാൾ കോൺഷ്യസ്ലി ആണ് സ്റ്റേജിൽ കയറിയത്, പക്ഷേ അയാൾ ആ പാട്ടിലേക്ക് ലയിച്ച് അയാൾ അസാധ്യമായിട്ട് പെർഫോം ചെയ്തത് എങ്ങനെ? അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ വർക്കായി. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതിനാണ് കോൺഷ്യസിനെക്കാട്ടിലും കൂടുതൽ പവർ ഉള്ളത്. സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവും പവർഫുള്ളുമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിലുള്ളതാണ്. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ നൈസായിട്ട് ട്രൈ ചെയ്യുകയാണ്, എങ്ങനെയൊക്കെ നമുക്ക് നൈസായിട്ട് ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴത്തേന് നമ്മളെന്താ ചെയ്യുക? വേണം ഇരിക്കേ, അവിടെ ഭക്ഷണം ഇരിപ്പുണ്ടോ, വേണപ്പോൾ എടുത്തോ, ഈ രീതിയിലായിരിക്കുമോ സംസാരിക്കുക? അല്ല, വരൂ ഇരിക്കൂ, ചായ ഇപ്പോൾ കൊണ്ടുവരാം കേട്ടോ, കഴിക്കാൻ എന്തെങ്കിലും വേണോ, ഈ ഒരു രീതിയിലായിരിക്കും. അതായത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺഷ്യസ്ലി ആണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നമ്മൾ എന്താണോ അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. വേറെ ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേനും ഇപ്പോൾ കള്ളന്മാരോ പിടിച്ചു പറിക്കാരോ അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേനും ഭയങ്കര ഇതായിട്ടായിരിക്കും, അയ്യോ താങ്ക് യു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. അപ്പം നമ്മളവരെ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ എന്ത് നല്ല മനുഷ്യരെ, ഇവരെ എന്തിനാ ജയിലിൽ പിടിച്ചിട്ടേന്ന് തോന്നും. പക്ഷേ അവർ അവിടെയും ട്രൈ ചെയ്യുകയാണ് ടു ബി നൈസ്. ഓക്കെ, അത് അവരുടെ കോൺഷ്യസ് മൈൻഡാണ് അവിടെ പെർഫോം ചെയ്യുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിൽ അവർ ക്രിമിനൽസാണ്. സോ അതാണ് അവർക്ക് ആ ഒരു നേച്ചർ വന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണോ അതാണ് നമ്മുടെ റിയാലിറ്റി ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പം ഈ ഒരു രണ്ട് ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കുക. കോൺഷ്യസും ഉണ്ട്, സബ് കോൺഷ്യസും ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിന് അസാധ്യമായ പവർ ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ നമ്മൾ വിചാരിച്ചു വെച്ചേക്കുന്നത് അതായിരിക്കും നമ്മുടെ റിയാലിറ്റി ആയിട്ട് വന്നിട്ടുണ്ടാവുക. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഫാമിലി, അവർ മിഡിൽ ക്ലാസ് ഒരു ഫാമിലിയാണ്. അപ്പോഴത്തേനും ഈ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ അവരുടെ അമ്മ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഈ കുട്ടിക്ക്, നീ ഇങ്ങനെയാണ്, നമ്മളൊക്കെ പാവങ്ങളാണ്, ഓക്കെ, നമുക്കൊന്നും അധികം ചിന്തിക്കാനോ അധികം സ്വപ്നം കാണാനോ ഉള്ള ഇതില്ല, നമ്മൾ ഇങ്ങനെ ജനിച്ചപ്പോഴേ നമ്മൾ ഇത്രയും പാവങ്ങളായിരുന്നു, നമുക്ക് പൈസയൊന്നുമില്ല, നീ അങ്ങനെ ഉടുപ്പും കാര്യങ്ങളും ഒത്തിരി ആഗ്രഹിക്കാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഈ കുട്ടിയുടെ മൈൻഡിൽ അത് വരികയാണ്.
നാളെ ഈ കുട്ടി പഠിച്ച് നല്ലൊരു നിലയിലെത്തിയാലും ഈ കുട്ടി വിചാരിക്കുകയാണ്, ഓക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല, ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ ഒരു സാധനം ആ കുട്ടിയുടെ മൈൻഡിൽ എന്ന് പതിയുന്നു, അത് സബ് കോൺഷ്യസ് മൈൻഡിലോട്ടാണ് പോകുന്നത്. എന്ന് പതിയുന്നു അന്ന് മുതൽ എന്തൊക്കെ പഠിച്ചു എത്രയൊക്കെ കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ആ മൈൻഡ് അങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇനി നമ്മുടെ ഈ ഒരു മൈൻഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു 3R ആണ്. ഓക്കെ, ഈ 3R എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ്, റീറ്റെയിൻ, റീകോൾ. ഇതായിരിക്കും നമ്മൾ ജനിക്കുമ്പോൾ തൊട്ടേ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന 3R എന്ന് പറയുന്നത്. ഇനി ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഏറ്റവും കോറായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഈ കോറായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പലതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫോണിൽ എങ്ങനെയായിരിക്കും, നമുക്ക് വേണ്ട വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഈവൻ ഇപ്പം ഞാനൊരു വീഡിയോ എടുക്കുകയാണ്, ആ വീഡിയോ ഇതിൽ റെക്കോർഡ് ആവുന്നുണ്ട്. ഇനി ഇത് എൻ്റെ ഫോണിൽ റീറ്റെയിൻ ആവുന്നുണ്ട്. ഓക്കെ, അതവിടെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഇനി ഞാൻ എപ്പോഴാണോ ഇത് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോനെ എടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് റീകോൾ. ഓക്കെ, അപ്പം ഈ 3 രീതിയിൽ നമ്മുടെ മൈൻഡും ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടി ഒരു 1ാം ക്ലാസ്സിലാണെന്ന് വെച്ചോ. സപ്പോസ് അവരൊരു ഫംഗ്ഷന് പോകുമ്പോഴത്തേനും ഒരു എന്താ പറയുക, ലക്കി ഡ്രോ പോലത്തെ ഒരു പരിപാടി വരുന്നു. അതിൽ ഈ കുട്ടിയുടെ അച്ഛന് പ്രൈസ് കിട്ടുന്നു. ഉടനെ സ്റ്റേജിൽ നിന്ന് വിളിച്ച് പറയുകയാണ്, ഇന്ന ഫാമിലിക്കാണ് പ്രൈസ് അടിച്ചേക്കുന്നത്, അവരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു, 2 വാക്ക് സംസാരിക്കാൻ വിളിക്കുന്നു. അപ്പോഴത്തേനും അച്ഛന് ടെൻഷൻ ആവുകയാണ്. അച്ഛൻ വിചാരിക്കുന്നത് അമ്മയുടെ അടുത്ത് പറയുന്നത് നീ പോ, ഞാനില്ല എനിക്ക് വരാൻ പറ്റത്തില്ല. ഈ അച്ഛന് സ്റ്റേജ് ഫിയർ ആണ്. അപ്പോൾ ഈ കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി അച്ഛനെ കാണുകയാണ്. എല്ലാ കാര്യത്തിലും അച്ഛൻ ഹീറോ ആയിട്ടുണ്ടായിരുന്ന അച്ഛനെ ഇങ്ങനെ ഒരു മുഖം അച്ഛൻ്റെ കണ്ടിട്ടില്ല ആ കുട്ടി. സോ അന്ന് ആ കുട്ടിയുടെ മനസ്സിൽ അത് റെക്കോർഡാവുകയാണ്. ദെൻ അത് അവിടെ ഇരിക്കുക. ഈ റീറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സേഫാണ്, ഒരിക്കലും എങ്ങും പോകത്തില്ല, നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ദെൻ അതവിടെ മനസ്സിലിരുന്ന് ഓക്കെ, അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് കഴിഞ്ഞു. ഈ കുട്ടി പഠിച്ച് വലിയൊരാളായി, കാനഡയിലും അവിടെ ഇവിടെയൊക്കെ പോയി. ഒരു മീറ്റിങ്ങിൽ ആളുടെ ബോസ് വിളിക്കുകയാണ്, അതുപോലെ ഒരു വെൽക്കം സ്പീച്ച് പോലെ സംസാരിക്കാൻ വിളിക്കുകയാണ്. വിളിച്ച സമയത്താണ് ഈ കുട്ടിക്ക് അന്നത്തെ ആ ഒരു സംഭവം റീകോൾ ആവുന്നത്. അയ്യോ എനിക്ക് പേടിയാണ്, ഞാനിനി എന്ത് ചെയ്യും. അന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു ചെറിയ ഇൻസിഡൻ്റ് ആണ് ആ കുട്ടിയുടെ മൈൻഡിൽ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ തെറ്റുകാരൻ ആരാണ്? അച്ഛനാണ്. അറിഞ്ഞോ അറിയാതെയോ അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റ് മൈൻഡിൽ കയറി കൂടി അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരിക്കുകയാണ്. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇരുന്ന സംഭവങ്ങൾ നമുക്ക് പിന്നെയും റീകോളായി വരികയാണ്. അപ്പോൾ അവിടെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട്. നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടാവാം. ഇനി ഈ സബ് കോൺഷ്യസ് മൈൻഡിലെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ മെയിനായിട്ട് റിയാക്ഷൻ ആൻഡ് റെസ്പോണ്ട്. റിയാക്ട് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. റെസ്പോണ്ട് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലിരിക്കുമ്പോഴാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഒരാൾ നമ്മളെ കല്ലെറിഞ്ഞു, നമ്മൾ ഉടനെ തന്നെ തിരിച്ച് കല്ലെറിയും, അതാണ് റിയാക്ഷൻ. ഓക്കെ, ഇനി ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞു, അപ്പം നമ്മൾ വിചാരിക്കുകയാണ് അവൻ ചീത്ത പറഞ്ഞാൽ അവൻ്റെ സംസ്കാരം, ഞാൻ അതുപോലെ ചെയ്യാൻ പോയാൽ ഞാനും അവനും തമ്മിൽ എന്താ ഡിഫറൻസ്? ഈ ഒരു തോട്ട് മനസ്സിൽ വരികയാണെങ്കിൽ ഇതാണ് റെസ്പോൺസ്. മനസ്സിലായില്ലേ? അപ്പം ഈ റിയാക്ഷനും റെസ്പോൺസും തമ്മിൽ നമ്മൾ അലൈനായിട്ട് അല്ലെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള ആ ഒരു പവർ നമ്മൾ മനസ്സിലാക്കണം. ദെൻ ഇങ്ങനൊരു സിറ്റുവേഷൻ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഒരാൾ നമ്മുടെ അടുത്ത് മോശം വാക്ക് പറഞ്ഞു, നമ്മൾ ഉടനെ തന്നെ പ്രതികരിക്കാണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ ബോഡിയിൽ നിന്നൊന്ന് ഡിറ്റാച്ച് ആയി നിന്നിട്ട് എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊന്ന് അനലൈസ് ചെയ്തിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യുക. അവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ പവർഫുള്ളായിട്ട് ആയിരിക്കും റെസ്പോൺസ് കൊടുക്കുന്നുണ്ടാവാം. പെട്ടെന്ന് തന്നെ അയാൾ ചീത്ത പറഞ്ഞു, നമ്മളും തിരിച്ച് ചീത്ത പറയുകയാണെങ്കിൽ അവിടെ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്കിങ്ങനെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ സബ് കോൺഷ്യസ് ആണോ കോൺഷ്യസ് മൈൻഡാണോ ഇപ്പോൾ വരുന്നത് അങ്ങനെയൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. സ്ക്വയർ ബ്രീത്തിങ് ടെക്നിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്ക്വയർ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ അറിയാലോ. സ്ക്വയർ ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഒന്നുകൂടെ ഹോൾഡ് ചെയ്യുക. ഈ ഒരു ടെക്നിക്കിനെയാണ് സ്ക്വയർ ബ്രീത്തിങ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ആക്ച്വലി ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് നല്ല രീതിയിൽ നമ്മളെ കാം ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷനും ഹേർട്ട് റേറ്റും എല്ലാം നോർമലായി
ഇരിക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രീത്തിങ് ടെക്നിക്കും കൂടിയാണ് ഈ പറഞ്ഞ സ്ക്വയർ ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈൻഡിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. ഈ സെയിം ഇൻസിഡൻറ്റ് ഈ കുട്ടിക്ക് സംഭവിച്ച സെയിം ഇൻസിഡൻറ്റിനെ ഈ കുട്ടി മനസ്സിൽ വിചാരിക്കുകയാണ്, ഓക്കെ എനിക്ക് അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എനിക്ക് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ, എനിക്കിനിയും വേദികൾ ഒരുപാട് സംസാരിക്കേണ്ടി വരുന്നുണ്ടാവാം. സോ ആ മൈൻഡിനോട് പറയുമ്പോൾ അല്ലെ ആ ഒരു മൈൻഡ് നമ്മളോട് പറയാം, നിനക്ക് പേടിയുണ്ടെന്ന് പറയുമ്പം നീ അവിടെ ഇരിക്കുക, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. ഇതായിരിക്കണം ആറ്റിറ്റ്യൂഡ്. നമുക്ക് അങ്ങനെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. റീപ്രോഗ്രാം യുവർ മൈൻഡ്. ഓക്കെ, അപ്പം ഈ മൈൻഡിൻ്റെ പവർ മനസ്സിലാക്കിയവരാണ് പിന്നീട് കുറേ വിജയങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മുടെ മൈൻഡിന് ഞാൻ ഇപ്പോഴും അണ്ടർലൈൻ ചെയ്ത് പറയാം, അസാധ്യമായിട്ടുള്ള പവറുണ്ട്. ആ പവർ നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നു അന്ന് ലൈഫിൽ നല്ലൊരു രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇനി പാരാഡിം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് ബിലീഫ്സ് ഉണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിനെ നല്ല കുന്നുപോലെ ആക്കി വെച്ചിട്ട് നമ്മൾ അതിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ തന്നെയാണ് പാരാഡിം എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക മാറ്റം ഉണ്ടാവത്തില്ല. നേരെ മറിച്ച് നമ്മൾ അതിൽ നിന്ന് മറികടക്കുകയാണെങ്കിൽ ഓക്കെ, പലവർക്കും ചെറുതിലെ കുറേ ട്രോമാസും അതുപോലെ എന്താ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇരുട്ട് പേടി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഇതിനെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡും കൂടെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവിടെയും ഈ പറഞ്ഞ റീപ്രോഗ്രാമിങ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിതിനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ നമുക്കവിടെ നമ്മുടെ റിയാലിറ്റീനെ നമുക്ക് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, ഈ റീപ്രോഗ്രാമിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.